മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, അതിന്റെ വർക്കിങ്ങിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ്, എങ്കിലും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ മോട്ടോർ മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൗഡ് സ്പീക്കറിന്റെ കാര്യം പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പറഞ്ഞടാ, ഈ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമുക്ക് സൗണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ത്? ലൗഡ് സ്പീക്കർ എന്ന് പറയും. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ത് സൗണ്ടിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പറയുന്ന മൈക്ക് എന്ത് ചെയ്യാണ്? അത് റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് അല്ലേ, സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? അത് വേവ്സ് ആണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ എനർജി തന്നെയാണ് എന്ത്? ശബ്ദത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ശബ്ദത്തിലൂടെയുള്ള ഈ പറയുന്ന എനർജി ഈ മൈക്ക് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും, അല്ലെ വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റും. അപ്പോൾ ഈ വൈദ്യുത ഊർജ്ജം എന്ന് പറയുന്ന സാധനം ഈ മൈക്കിലൂടെ വയറിലൂടെ സഞ്ചരിച്ച് കമ്പ്യൂട്ടറിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ട് നിങ്ങളുടെ ഫോണിന്റെ സ്പീക്കർ എന്ത് ചെയ്യും? തിരിച്ച് ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ശബ്ദമാക്കി മാറ്റും. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസിന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ എന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണം എന്ന് വേണമെങ്കിലും പറയാം. കാരണം നമ്മൾ മോട്ടറിൽ എന്താ കണ്ടേ? കറണ്ട് നമ്മൾ കൊടുക്കും. കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ മോട്ടർ കറക്കും അല്ലെ. ഇപ്പോൾ നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? നമ്മൾ വൈദ്യുതിയുടെ രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈദ്യുതി കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ റൊട്ടേഷൻ എനർജി കിട്ടുന്ന സാധനമാണ് ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലും സംഭവം എന്ത് തന്നെയാണ്? വൈദ്യുത ഊർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നു, നമുക്ക് സൗണ്ട് എനർജി കിട്ടുന്നു. സൗണ്ടും വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു തരത്തിലുള്ള മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. പഠിച്ചു വെച്ചോ. ഇലക്ട്രിക്കൽ എനർജിയെ വൈദ്യുത ഊർജ്ജത്തിനെ എന്താണ്? ശബ്ദമായി മാറ്റുന്ന അല്ലെങ്കിൽ സൗണ്ട് എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. രണ്ട്, എന്താണ് ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് സാറേ മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെയും എന്തുണ്ട്? കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയും അതിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു ഫോഴ്സ് ഉണ്ടാവുകയും ആ ഫോഴ്സിന്റെ ഫലമായിട്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ മോട്ടോർ തത്വത്തിൽ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ലൗഡ് സ്പീക്കറാണ് ഇവിടെ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, ആസ് യൂഷ്വൽ ഒരു കാന്തം ഉണ്ടാകണം, ഒരു കണ്ടക്ടർ ഉണ്ടാകണം. ഇവിടെ വോയിസ് കോയിൽ എന്ന് വിളിക്കും. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാന്തമുണ്ട്, അതിന്റെ നടുക്കായിട്ട് ഒരു വോയിസ് കോയിലുണ്ട്. ഈ വോയിസ് കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കും. ഇനി വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് സൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ സൗണ്ട് കിട്ടാൻ വേണ്ടി ഈ വോയിസ് കോയിലിന് നമ്മൾ ഈ കാണുന്ന ഒരു പേപ്പർ കോൺ, നമ്മൾ പേപ്പർ ഡയഫ്രം എന്ന് പറയും, പേപ്പർ ഡയഫ്രത്തിലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ആംപ്ലിഫയറിലൂടെ സഞ്ചരിച്ച് ഈ പറയുന്ന എവിടെ എത്തുന്നു? വോയിസ് കോയിൽ എത്തുന്നു. വോയിസ് കോയിലൂടെ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ വോയിസ് കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിരിക്കുന്ന എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. സോ വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇത് മുന്നോട്ടും പുറകിലോട്ടും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ശബ്ദവും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നതാണ് വോയിസ് കോയിൽ. കണ്ടോ? വോയിസ് കോയിൽ ദാ ഇവിടെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു നമ്മുടെ സോളനോയിഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വോയിസ് കോയിൽ എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് സി എന്ന് പറഞ്ഞ് കാണിക്കുന്ന എന്താണ്? സി ഇതും എന്താണ്? കാന്തമാണ്. ഇതിന് നോർത്തായിട്ടോ ഇതിന് സൗത്തായിട്ടോ നിങ്ങൾ എടുത്തോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്ത് പേപ്പർ ഡയഫ്രം ഉണ്ട്. ബി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പേപ്പർ ഡയഫ്രം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എന്ത്? സോഫ്റ്റ് അയൺ ഷീൽഡിങ്. അയൺ ഷീൽഡിങ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇവിടെ നമുക്ക് ഈ കാണുന്നതാകണ്ടോ, അതിന്റെ ഫ്രെയിം, അതിന്റെ ഫ്രെയിമിനെയാണ് നമ്മൾ അയൺ ഷീൽഡിങ് എന്ന് പറയുന്നത്. കാരണം ഇരുമ്പിലെല്ലാം പിടിച്ചു വെച്ചേക്കുന്നില്ലെങ്കിൽ പൊട്ടിപ്പോകത്തില്ലേ. ഇനി കണക്ടിങ് വയേഴ്സ്. കണ്ടോ? വയർ. ഈ വയർ വന്ന് എവിടെയാണ് കൊടുത്തേക്കുന്നതെന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ വയർ വന്ന് കൊടുത്തേക്കുന്നത് എവിടെയാണ്? വോയിസ് കോയിലാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൗണ്ട് നേരെ എങ്ങോട്ട് പോകും? ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്ന ഉപകരണത്തിലോട്ട് പോകും. എങ്ങോട്ട് പോകും? ആംപ്ലിഫയർ എന്ന് പറയുന്ന ഉപകരണത്തിലോട്ട് പോകും. ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഇത് ഫെമിലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഉത്സവ പരിപാടിയോ പള്ളി പരിപാടിയിലോ ഒക്കെ എന്ത് ചെയ്യും? ഈ ആംപ്ലിഫയർ കൊണ്ട് വയ്ക്കാറുണ്ട് അല്ലെ. മൈക്കിൽ നിന്ന് വരുന്ന ചെറിയ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുക, വലുതാക്കുക, അതാണ് എൻ്റെ ജോലി. എന്നിട്ട് ഈ വലിയ സിഗ്നലിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതുവഴി വന്നിട്ട് കറണ്ട് എന്ത് ചെയ്യും? ഈ വോയിസ് കോയിലൂടെ സഞ്ചരിക്കും. അപ്പോൾ വോയിസ് കോയിൽ ഇരിക്കുന്ന എവിടെയാണ്? ഇതൊരു നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, നടുക്കായിട്ടിരിക്കുന്നതാണ് എന്താ? വോയിസ് കോയിൽ.
അപ്പോൾ ഈ വോയിസ് കോയിലൂടെ കറണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്ത് പറ്റും, ഒരു ഫോഴ്സ് ഉണ്ടാകും. ഈ പറയുന്ന സാധനത്തിന് മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ശബ്ദം വരുമ്പോൾ എന്ത് പറ്റും, ഇത് മുകളിലോട്ട് താഴോട്ട് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡയഫ്രവും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡയഫ്രത്തിന് ചുറ്റുമുള്ള എയറും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എയർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സൗണ്ട് കിട്ടും, നമുക്ക് ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എന്താണ് ഈ പറയുന്ന ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന എനർജി കൺവേർഷൻ? മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുത ഊർജം ശബ്ദ ഊർജമായിട്ട് അല്ലെങ്കിൽ സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. എന്താണ് ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇങ്ങനത്തെ ഒരു പിക്ചർ തന്നിട്ട് ഇത് എന്ത് ഉപകരണമാണ് എന്ന് ചോദിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ലൗഡ് സ്പീക്കർ ആണ്. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മൈക്രോഫോണിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മൈക്രോഫോണും ഇത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ ഇത്രയും വലിയൊരു പേപ്പർ കോൺ കാണുമ്പോൾ തന്നെ നമ്മളത് ലൗഡ് സ്പീക്കർ ആണെന്നുള്ള മിനിമം അറിവെങ്കിലും നമുക്ക് കിട്ടണം. ഇനി അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും നമുക്കത് പഠിക്കാം. ഇവിടെ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ ഡിവൈസ്? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം. Where is the voice coil situated? It is situated in between the magnet, അല്ലെ, in between the magnet. കാന്തത്തിന് ഇടയിലായിട്ടാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോട്ട് റെഫർ ചെയ്യാം. ഫ്രം വെയർ ഡു ദ ഓഡിയോ സിഗ്നൽസ് റീച്ച് ദ വോയിസ് കോയിൽ? എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ദ ആംപ്ലിഫയർ. ഓക്കെ, ആംപ്ലിഫയറിൽ നിന്നാണ് വരുന്നത്. ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊർജം കുറഞ്ഞ ശബ്ദതരംഗത്തിനെ ഊർജം കൂടിയ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. ടു വിച്ച് പാർട്ട് ഈസ് ദ ഡയഫ്രം കണക്റ്റഡ്? ഡയഫ്രം ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? അത് വോയിസ് കോയിലുമായിട്ടാണ് ഡയഫ്രം കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. വാട്ട് ഹാപ്പൻസ് വെൻ ദ ഓഡിയോ സിഗ്നൽ പാസസ് ത്രൂ ദ വോയിസ് കോയിൽ? എന്ത് പറ്റും? ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം? ഓക്കെ, ഡയഫ്രം വിൽ വൈബ്രേറ്റ്. ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ആർക്കനുസരിച്ച്? അക്കോർഡിംഗ് ടു വോയിസ് കോയിൽ. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡിവൈസ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി ഓർ നമുക്ക് എന്ത് പറയാം, മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കി, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെ റിസീവ്ഡ് ഫ്രം ദ മൈക്രോഫോൺ ആർ ആംപ്ലിഫൈഡ് യൂസിങ് ദ ആംപ്ലിഫയർ. അല്ലെ, മൈക്കിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഉപകരണം അതിന്റെ എനർജി കൂട്ടുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ദീസ് ഓഡിയോ സിഗ്നൽസ് ആർ ദെൻ പാസ്ഡ് ത്രൂ എ വോയിസ് കോയിൽ. ഇത് എങ്ങോട്ട് പോകുന്നു? ആ നടുക്ക് കാണുന്ന വോയിസ് കോയിലൂടെ പോകുന്നു. അതെവിടെയാണ് ഇരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വോയിസ് കോയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും, അത് കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ, എന്തിനനുസരിച്ചാണ്? കറണ്ടിനനുസരിച്ചായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വൈബ്രേഷൻ കാരണം ആര് വൈബ്രേറ്റ് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ശബ്ദം ഉൽപ്പാദിപ്പിക്കും. ഇതാണ് എന്ത്, ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ്, ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ, അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഞാനിവിടെ തന്നിട്ടുണ്ട്. വർക്കിംഗ് എന്താ ഇവിടെ വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പോൾ തീർന്നു, ചാപ്റ്റർ തീർന്നു. ലാസ്റ്റ് ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെ നമുക്ക് നോക്കാം. ഇത് AB എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതായത് കെട്ടിയൊന്നും വെച്ചിട്ടില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. വെൻ ദ ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് വിച്ച് ഡയറക്ഷൻ വിൽ ദ മെറ്റൽ റോഡ് AB മൂവ്? ഈ AB എങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്കിവിടെ എന്തൊക്കെ അറിയാം? ഇവിടെ നോർത്ത് പോൾ കാണുന്നുണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് എങ്ങോട്ടാണ്? സൗത്ത് പോളിലോട്ടാണ്. നോർത്ത് പോളിൽ നിന്ന് എങ്ങോട്ടാണ്? സൗത്ത് പോളിലോട്ടാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഏത് കൈ? ഇടത്തേ കൈ. ചൂണ്ടുവിരൽ എന്തിനെ കാണിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കും. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചേക്കുന്ന പോലെ വയ്ക്കുകയാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നാ? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവിൽ നിന്നും ആണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഈ വിരൽ വയ്ക്കുന്നത് ഇങ്ങോട്ട് അല്ലേ? ഇങ്ങോട്ടാണ് എന്ത് പോകുന്നത്? ഒന്നുകൂടി. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ്, എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട്. അപ്പൊ രണ്ട് വിരലായി. അപ്പൊ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? മേളിലോട്ടാണ്. അപ്പൊ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും? അപ്വേർഡ് അല്ലെ? എങ്ങോട്ട് മൂവ് ചെയ്യും? മുകളിലേക്ക് മൂവ് ചെയ്യും. കണ്ടക്ടർ മുകളിലോട്ട് മൂവ് ചെയ്യും. അടുത്ത്, വാട്ട് ഷുഡ് ബി ഡൺ
ടു കീപ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ റോഡ് ഇപ്പോഴും എന്ത് ചെയ്യണം, മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യിപ്പിക്കണം. അൺചേഞ്ച്ഡ് വൈൽ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എന്ന് വെച്ചാൽ എന്താ, ഈ കറണ്ടിന്റെ ദിശ ബി ടു എ ആക്കിയാൽ നിങ്ങൾക്കറിയാം കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കുമെങ്കിൽ താഴോട്ടായിരിക്കും. അതുണ്ടാവരുത്. കണ്ടക്ടറിന്റെ കറണ്ട് മൂവ് ചെയ്യുന്നത് ബി ടു എ ആക്കുമ്പോഴും ഈ പറയുന്ന കണ്ടക്ടറിനെ മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? പിടികിട്ടിയോ? ഈ പറയുന്ന എ ടു ബി ആണെന്ത്, നമ്മുടെ കറണ്ട് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കണ്ടക്ടർ അപ്പോൾ മുകളിലോട്ട് മൂവ് ചെയ്തു എങ്കിൽ ഞാൻ കറണ്ടിന്റെ ദിശ ബിയിൽ നിന്ന് എയിലോട്ട് ആക്കുമ്പോഴും എനിക്ക് കണ്ടക്ടറിനെ മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ എന്ത് മാറ്റം വരുത്തണം? മാഗ്നറ്റിക് ഫീൽഡും കൂടെ ചേഞ്ച് ചെയ്യിപ്പിക്കണം അല്ലേ? എന്ത് ചെയ്യണം? ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആക്കിയാൽ മതി. ഫീൽഡ് ഇങ്ങോട്ടാകും, കറണ്ട് അങ്ങോട്ടാകും. അപ്പോൾ എന്ത് പറ്റും? കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെ ആയിരിക്കും? മുകളിലോട്ട് തന്നെ. അത്രയും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. നെയിം ടു ഡിവൈസസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ. എന്താണ്? നമ്മുടെ ഫാന്, മിക്സി എക്സെട്ര എല്ലാം വരും. അറിയുന്നു. ചാപ്റ്റർ നമ്മളെ മനോഹരമായ ചാപ്റ്ററോടെ തീർന്നു. ഇനി ലേറ്റസ്റ്റ് ആക്സസ് ഭാഗമാണ്. അതിന്റെ വീഡിയോ ഉടനെ തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നോട്ട് ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യാം. ജോയിൻ ചെയ്തോളുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.